നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ്? നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യും. വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇവിടെ നമ്മളെ ഗ്രാസ് എങ്ങനെയാണ്, വ്യൂസ് എത്ര വന്നിട്ടുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി വ്യൂസ് വന്നത് മാത്രമേ കാണിക്കത്തുള്ളൂ. പക്ഷേ വ്യൂസ് വന്നത് എങ്ങനെയാണെന്നും വ്യൂസ് വരാത്തത് എന്തുകൊണ്ടാണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യണം. സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യൂസ് വരാത്തത് എന്തെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വ്യൂസ് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോസ് ഇട്ടത് കൊണ്ട് മാത്രം പോരാ. നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മൾ ഈ വ്യൂസ് നോക്കാം. വ്യൂസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ജസ്റ്റ് ഒന്ന് വ്യൂസ് എത്ര വന്നിട്ടുണ്ട് നോക്കും. ഓക്കെ, നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം വേറെ റാങ്കിങ് എത്രയുണ്ട് നോക്കും. അതും സ്കിപ്പ് ചെയ്ത് പോകും. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇതിൽ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത് എൻ്റെ വീഡിയോസിന് ഓൾറെഡി ഫസ്റ്റ് റാങ്കിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഇട്ട വീഡിയോസ് ഞാൻ ഫസ്റ്റ് റാങ്കിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇട്ട വീഡിയോസ് ആണ്. അതിന് താഴത്തല്ല ഫുൾ ഉള്ളത് വേറെ റാങ്കിങ്ങിലുള്ള വീഡിയോസ് ആണ്. ഓൾറെഡി റണ്ണിങ്ങിൽ വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് ഈ റാങ്കിങ്ങിൽ ഫസ്റ്റ് റാങ്കിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ദിവസം മുന്നേ ഇട്ട വീഡിയോസ് ആണ് ഇത്. ലാസ്റ്റ് വീഡിയോസ് ആണ്. ലാസ്റ്റ് വീഡിയോസിന്റെ തൊട്ട് മുമ്പുണ്ടായ വീഡിയോസ് ആണ് ഓൾറെഡി ഇതിൽ റാങ്ക് ഫസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ വ്യൂസ് വന്നില്ല, വ്യൂസ് കുറവാണ് വന്നത്, 50 വ്യൂസ് 25 വ്യൂസിൽ സ്റ്റക്കായി പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ കൊണ്ടുവരാമെന്ന്, എന്തൊക്കെ സെറ്റിങ്സ് ആണ് നിങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബർ കാണാത്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെ എങ്ങനെയാണ് നമുക്ക് വ്യൂസ് ഇല്ലാത്ത വീഡിയോസ് എങ്ങനെയാണ് വ്യൂസ് കൂടുതൽ കൊണ്ടുവരാൻ പറ്റുക, നമുക്ക് വീഡിയോസ് എങ്ങനെ റീച്ചിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓൾറെഡി ഇതിൽ വ്യൂ ഡ്യൂറേഷൻ എന്ന് കാണിക്കുന്നുള്ളത് കുറവാണ് കേട്ടോ, കുറവാണ്. 1.5 ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അത് വരുന്നത്, വ്യൂസ് എങ്ങനെ വരുന്നുണ്ട്. റാങ്കിങ് എല്ലാം ഓൾറെഡി ടോപ്പിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഡൗൺ ഒന്നും കാണിക്കുന്നില്ല. വ്യൂസ് ഓൾറെഡി ക്ലിക്ക് ബൈറ്റ് ത്രൂ 4% ഉള്ളൂ, കുറവാണുള്ളത്. എന്നാലും വ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, വ്യൂസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വ്യൂസ് എങ്ങനെയാണ് ഇവിടെ ടോപ്പിൽ വന്നിട്ടുള്ളതെന്നും നമുക്കിവിടെ നോക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. റാങ്കിങ്ങിൽ ഓൾറെഡി ക്ലിക്ക് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ടോപ്പിൽ അവിടെ കാണിക്കുന്ന ആ ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഈ ടാബിൽ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എൻഗേജ്മെൻ്റ് എല്ലാം കാണിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞല്ലോ വ്യൂസ് ഓൾറെഡി വരുന്നുണ്ടെന്ന്. യൂട്യൂബ് റെക്കമെൻഡേഷനിൽ ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡേഷനിൽ കാണിക്കുന്നുണ്ട്, ചാനൽ പേജിൽ കാണിക്കുന്നുണ്ട്, പിന്നെ എക്സ്റ്റൻഡ് ഇത് ബാക്കിയെല്ലാ ഇതും ഇവിടെ സെറ്റിങ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ഓൾറെഡി എത്ര വ്യൂസ് വരുന്നുണ്ട്, റിയൽ ടൈം വ്യൂസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. 7.5 വാച്ചിങ് ഓവേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ തൊട്ട് മുമ്പ് നോക്കുമ്പോൾ 7 ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 7.5 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ നിന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തരുന്നത്, ഈ ലാസ്റ്റ് ഇട്ട വീഡിയോസ് തന്നെ. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി മനസ്സിലാക്കാൻ മാത്രം വേണ്ടിയിട്ട് പറയുന്ന കേട്ടോ. എന്നെ എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ റീച്ചിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. റീച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേറെ കുറേ ഓപ്ഷൻ, ഇംപ്രഷൻ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും. റീച്ചിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ ടോപ്പിൽ കുറേ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇവിടെ കുറേ എൻഗേജ്മെൻറ്റ്, റീച്ച്, ഓഡിയൻസ് റിട്ടൻഷന്, വ്യൂസ്, ഇതിങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് റീച്ചിൽ ക്ലിക്ക് ചെയ്യാം. റീച്ചിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇവിടെ ഇംപ്രഷൻ കാണിക്കുക. ഓക്കെ, ഇംപ്രഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇംപ്രഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ നമ്മൾ. ഇപ്പം എൻ്റെ വീഡിയോസ് ഞാൻ 2 ദിവസം നോക്കിയിട്ടും 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയിട്ടും എൻ്റെ വീഡിയോസ് ഇവിടെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഓക്കെ, ഇതുവരെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്ത് അതിനുശേഷമാണ് എൻ്റെ വീഡിയോസ് ഗ്രാസ് കയറിയിട്ട് പോയത്. അപ്പോൾ അതുവരെ 2 ദിവസം 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഓൾറെഡി വ്യൂസ് വരാതെ, 2 ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ്റെ വീഡിയോസ് റീച്ചിൽ വരാതിരിക്കുമ്പോഴാണ് ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒരു ട്രിക്ക് യൂസ് ചെയ്ത്. അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് എൻ്റെ ബ്രോ ഫീച്ചറിൽ പോകാൻ തുടങ്ങി, ചാനൽ പേജിൽ പോകാൻ തുടങ്ങി, എല്ലാ ഓപ്ഷനിലും ഓൾറെഡി പോയി. ഞാൻ 2-3 ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിനുശേഷം ഇത് ഓൾറെഡി ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ അതിൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസും കൂടി പറഞ്ഞു തരുന്നുണ്ട്.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇംപ്രഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്രഷൻ ക്ലിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇംപ്രഷന് എൻ്റെ ചാനലിൽ എൻ്റെ ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് ഇപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന അത്ര ഉണ്ടായിരുന്നില്ല, 50, 500 അങ്ങനെ എന്തോ ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കാമായിരുന്നു. അപ്പോൾ അതിന് ശേഷം എൻഗേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. എൻഗേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാച്ച് ടൈം കാണിക്കാൻ പറ്റും. ഇവിടെ ഹൈപ്പ് പോയിന്റ് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് ഓൾറെഡി നിങ്ങളെല്ലാവരും ഹൈപ്പ് ചെയ്തതാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹൈപ്പ് പോയിന്റ് ആണ് ഓൾറെഡി കാണിക്കുന്നുള്ളത്. നിങ്ങളെല്ലാവരും വീഡിയോക്ക് ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോക്കും മാക്സിമം നിങ്ങൾ ഹൈപ്പ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ താഴത്ത് ഹൈപ്പ് ബട്ടൺ കാണിക്കും. കുറേ ആൾക്കാർക്ക് അതൊരു മിസ്റ്റേക്ക് ഉണ്ട്, അറിയുന്നില്ല ഹൈപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് ഹൈപ്പ് കാണിക്കും. അതിന് മുമ്പ് കമൻറ്റ് ഇടുക. കമൻറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹൈപ്പ് ബട്ടൺ കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് കുറച്ച് നീക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഹൈപ്പ് ബട്ടൺ കാണിക്കും. അത് കുറേ ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ അറിയാത്തവരും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. അതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഗ്രാസ് കാണിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഓൾറെഡി ഞാൻ ആ ട്രിക്ക് യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോസ് എൻഗേജ്മെൻറ്റിലേക്ക് പോയത്. അതിനുശേഷം നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഇത് ഓടിച്ച് കണ്ടു നോക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെന്ന്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ മിസ്സായിപ്പോയി. ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ആവറേജ് ഡ്യൂറേഷൻ എന്ന് കാണിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഓൾറെഡി ഡൗൺ ആണ് കാണിക്കുന്നത്. ഇത് രാത്രി ആയതുകൊണ്ടാണ്. ഓൾമോസ്റ്റ് ഇത് ടോപ്പിലേക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഹൈപ്പ് പോയിട്ടുണ്ട് ഓൾറെഡി. ഇതെല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി പറയാണ്ട് ഞാനത് പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാണ് പറഞ്ഞുതരുന്നത്, ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവത്തില്ല, നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓഡിയൻസിൽ പോവാം. ഓഡിയൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ വ്യൂവേഴ്സ് എന്ന് കാണിക്കുന്നുണ്ടാവും. നിങ്ങളെല്ലാ ചാനലിലും ഓൾറെഡി വരും കേട്ടോ. ന്യൂ വ്യൂവേഴ്സ്, ഇത് പുതിയ എൻ്റെ ചാനലിൽ വന്ന പുതിയ ആൾക്കാരുടെ വ്യൂസാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. അതിനുശേഷം ചാനൽ വ്യൂസ് ഇതൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ടോപ്പിൽ കാണിക്കുന്നുള്ളത് പുതിയ വ്യൂവേഴ്സാണ്. 17% ഓൾറെഡി പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്, എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനുശേഷം അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. മൊബൈലിലാണ് കാണിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോസ് മാക്സിമം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. നോ സബ്സ്ക്രൈബറാണ് ഓൾറെഡി കാണുന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും നോ സബ്സ്ക്രൈബറാണ് ഓൾറെഡി 86% വരെ എൻ്റെ വീഡിയോസ് കാണുന്നുള്ളത്. സബ്സ്ക്രൈബർമാർ കാണുന്നത് എത്ര ശതമാനം? 30%. വെറും 30% സബ്സ്ക്രൈബ് ചെയ്തവർ വീഡിയോസ് ക്ലിക്ക് ചെയ്തിട്ട് കാണുന്നുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് കണ്ടിട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് കിട്ടുന്നതും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരുടെയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനുശേഷം എന്ത് ചെയ്യട്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഈ ഓഡിയൻസ് റിട്ടൻഷനെല്ലാം നോക്കാം, പ്രിവ്യൂ നോക്കാം. അതിനുശേഷം നിങ്ങളിവിടെ നോക്കേണ്ടത് മെയിനായിട്ട് നോക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യൂസ് വരാത്തതാണ്. ഓക്കെ, വ്യൂസ് വരാത്തതിന് എങ്ങനെയാണ് വ്യൂസ് കൊണ്ടുവരേണ്ടതെന്നാണ് നമുക്കിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻട്രോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇൻട്രോ നിങ്ങളുടെ ടോപ്പ് ഇൻട്രോ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾ റിപ്പീറ്റായിട്ട് ആൾക്കാർ ബാക്ക് അടിച്ചിട്ട് പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസാണ് ഓൾറെഡി ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്ന രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന വീഡിയോസാണ് ഓൾറെഡി ഇവിടെ സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നുള്ളത്. ഓക്കെ, സ്പ്ലിറ്റ്സ് എന്നാണ് കാണിക്കുന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് അതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞാനിവിടെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ വ്യൂസ് ഞങ്ങൾക്ക് ഡൗൺ ആയതിനു ശേഷം ഞാൻ ടൈറ്റിൽ ചേഞ്ച് ചെയ്തു. ഓക്കെ, ടൈറ്റിൽ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് കണ്ട വീഡിയോസിൻ്റെ രണ്ടാമത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രണ്ടാമത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ടൈറ്റിലും ചേഞ്ച് ചെയ്തു, തംബ്നെയിലും ചേഞ്ച് ചെയ്തു. അതിന് ശേഷമാണ് എൻ്റെ വീഡിയോസ് കയറിപ്പോയത്. അപ്പോൾ ആദ്യത്തെ തംബ്നെയിൽ ക്ലിക്ക് ബൈറ്റ് ഭയങ്കര കുറവായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് തോന്നിയത് ഓൾറെഡി തംബ്നെയിൽ ചേഞ്ച് ചെയ്യാമെന്ന്. തംബ്നെയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റെക്കമെൻഡേഷൻ കണ്ടന്റ് സജസ്റ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേറൊരു വീഡിയോസ് കാണിക്കുന്നുണ്ടാവും. ഇപ്പം എൻ്റെ വീഡിയോസ് ഏത് ടോപ്പിക്കിൽ പെട്ട വീഡിയോസ് ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പോകുന്നത് നേരെ തെലുങ്ക്
അപ്പോൾ ഓൾറെഡി എൻ്റെ വീഡിയോസ് റെക്കമെൻഡേഷനിൽ കൂടുതൽ പോകുന്നത് അങ്ങനത്തെ ഓഡിയൻസിനാണ് എന്ന് ഈ വീഡിയോസിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യണമെന്നാണ് ഓൾറെഡി യൂട്യൂബ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതിനുശേഷം സജസ്റ്റഡ് വീഡിയോ നമുക്ക് ഓൾറെഡി പറഞ്ഞു തരുന്നത് അങ്ങനത്തെ ചാനലുകളാണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വരും. ഓക്കെ. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ്റ്റെൻഡ് വാട്സപ്പ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്സപ്പിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത വീഡിയോസാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത വാട്സപ്പിൻ്റെ ഇത് സിഗ്നൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളെ വീഡിയോസ് ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൽ കൂടിയിട്ടാണ് നിങ്ങൾക്ക് വ്യൂസ് വന്നതെന്ന് അവിടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാ മോണിറ്റേഷൻ, ഇത് ഓൾറെഡി എൻ്റെ പബ്ലിഷ് നൈസ് പബ്ലിഷ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൻ്റെ മോണിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ടൈറ്റിലാണ് കേട്ടോ. ഈ ടൈറ്റിൽ ഇപ്പോഴും എൻ്റെ ടൈറ്റിൽ അത്ര പെർഫെക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. 30% ആൾക്കാർ മാത്രമേ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടി ടൈറ്റിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ChatGPT-നോട് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്കിനനുസരിച്ചിട്ടുള്ള ChatGPT-നോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ടൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ടൈറ്റിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ ടൈറ്റിലിൻ്റെ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ChatGPT-യിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ ടൈറ്റിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, ഒന്നും കൂടി ഒരു ടൈറ്റിൽ തരാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ ടൈറ്റിലിനെ കുറിച്ചിട്ടുള്ള വേറെ ടൈറ്റിലുകൾ, നല്ല എൻഗേജ്മെൻറ്റുള്ള ടൈറ്റിലുകൾ ഓൾറെഡി ChatGPT പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ChatGPT അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ വേറെ വീഡിയോസിലെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ആയിട്ട് ChatGPT-നെ കുറിച്ചിട്ട് എങ്ങനെയാണ് അതിൽ സജസ്റ്റ് ചെയ്യേണ്ടതെന്നെല്ലാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടി അതിലേക്ക് പോവാം. റീച്ചിൽ പോയി കഴിഞ്ഞാൽ ടൈറ്റിലും തംബ്നെയിലാണ് മെയിനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ മെയിനായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വ്യൂസ് വരാത്ത വീഡിയോസ് ഓട്ടോമാറ്റിക്കലി വ്യൂസ് കയറി പോകും കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ബ്രൗസറിലെല്ലാം വരുന്നുണ്ട്, എൻ്റെ വീഡിയോസ് ബ്രൗസറിലെല്ലാം പോകുന്നുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇത്ര സമയം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വീഡിയോൻ്റെ കഥയാണ്. ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്ര സമയം പറഞ്ഞത് ഒറ്റൊരു വീഡിയോൻ്റെ അതേ അനാലിറ്റിക്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മളെ ചാനലിൻ്റെ മൊത്തമായിട്ടുള്ള കണക്കുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനാലിറ്റിക്സിൽ പോകട്ടോ. അനാലിറ്റിക്സ് നൽകുന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ അനാലിറ്റിക്സ് നൽകുന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അനാലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഫുള്ളായിട്ട് വരും. ഇപ്പോൾ എൻ്റെ വ്യൂസ് ഓൾറെഡി ഡൗൺ ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടേനേക്കാളും കുറച്ചും കൂടി വ്യൂസ് കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടോട്ടൽ വ്യൂസ് ആണ് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ടോട്ടൽ ഇപ്പം നമ്മൾ ചാനലിൻ്റെ അനാലിറ്റിക്സ് ആണ് കാണിക്കുന്നില്ല. നേരത്തെ കാണിച്ചത് നമ്മൾ ഒറ്റൊരു വീഡിയോൻ്റെ അനാലിറ്റിക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ കാണിക്കുന്നില്ല നമ്മൾ ടോട്ടലിൻ്റെ ചാനലിലാണ്. അപ്പോൾ ചാനലിൽ ഇവിടെ നിങ്ങൾക്ക് ടോപ്പ് കണ്ടന്റ് എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. താഴത്ത് ഫസ്റ്റ് നമ്മൾ അനാലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ടോപ്പ് കണ്ടന്റ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ഷോർട്സിനാണ് വീഡിയോ കിട്ടിയിരിക്കുന്നത്. ഷോർട്സിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിരിക്കുന്നത്. ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്ത വീഡിയോസിന് കൂടുതൽ വന്നിരിക്കുന്നത് മാത്രമല്ല, ആ ഷോർട്സിൽ കൂടിയിട്ടാണ് എൻ്റെ ചാനലിലേക്ക് ആൾക്കാർ കയറിയിട്ടിരിക്കുന്നത്. കാരണം പുതിയ സബ്സ്ക്രൈബർ, പുതിയ വ്യൂവേഴ്സ് എല്ലാം കിട്ടിയിരിക്കുന്നത് ഈ ഷോർട്സ് വഴിയാണ്. ഈ ഷോർട്സ് ഓൾറെഡി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് എൻ്റെ ചാനലിൽ കയറിയിട്ട് നോക്കിയ ആൾക്കാരാണ്. അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും റിയൽ ടൈം വ്യൂസ്. ഓക്കെ, ഇത് റിയൽ ടൈം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ നിലവിൽ ടോപ്പായിട്ട് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ഓൾറെഡി ഇത് റിയൽ ടൈം വ്യൂസ്. ഇത് ടോട്ടലാണ് 24 hours കണക്കാണ് ഓൾറെഡി കാണിക്കുന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 24 hours എന്ന് കാണിക്കുന്നുണ്ടാവും. ഈ 24 hours കണക്കാണ് നമുക്കിവിടെ കാണിക്കുക. അപ്പോൾ അനാലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാനലിൻ്റെ ടോട്ടൽ വ്യൂ ആണ് ഇവിടെ കാണിക്കുന്നുള്ളത്. അത് മനസ്സിലായല്ലോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണ് ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്, ഫസ്റ്റ് റാങ്കിൽ. അതിനുശേഷം താഴത്തെ വീഡിയോസ് 44 ശതമാനം ഓൾറെഡി വന്നിട്ടുണ്ട്, വ്യൂസ് വന്നിട്ടുണ്ട്. അതിനുശേഷം റിയൽ ടൈം വ്യൂസ് ഇതാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ക്ലിക്ക് ചെയ്താൽ ഇവിടെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. 24 hours, അതിൻ്റെ മുമ്പത്തെ 60 minutes എത്ര കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ട്, 24 hours വീഡിയോസ്. ഓക്കെ, വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുമ്പ് കിട്ടിയ വീഡിയോസിൻ്റെ വ്യൂസ് എത്ര റാങ്കിലുണ്ട്, ഇതൊക്കെ ഓൾറെഡി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ടോപ്പ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്സിൻ്റെ മാത്രം കാണും. ലൈവിൻ്റെ മാത്രമാണെന്നുണ്ടെങ്കിൽ ലൈവിൻ്റെ മാത്രം കാണും. ഇപ്പോൾ നിലവിൽ വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന റിയൽ ടൈം വ്യൂസാണ് ചോദിക്കുന്നുള്ളത് കേട്ടോ.
അതിനുശേഷം ഇത് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് വേറൊരു ജനുവരി ഇത് ഓൾറെഡി എല്ലാവർക്കും വരും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ നമ്മളെ ടോപ്പ് ആയിട്ടുള്ള വ്യൂസിൻ്റെ എല്ലാ സെറ്റിങ്സും ഇവിടെ വന്നിട്ടുണ്ടാവും. ഷോർട്സ് എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, 5 ഷോർട്സ്, ലൈവ്, ടോപ്പ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ സെറ്റിങ്സും നോക്കാൻ പറ്റും. ഓക്കെ, നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, വെറും നോക്കിയിട്ട് പോയാൽ മാത്രം പോരാ. സെപ്റ്റംബറിൽ എത്ര വ്യൂസ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ, നവംബറിൽ, ഡിസംബറിൽ, ജനുവരിയിൽ. ഓക്കെ, ജനുവരിയിൽ പിന്നെയും കുഴപ്പമൊന്നുമില്ല. ഈ ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് എനിക്ക് കുറച്ച് സ്ലോ ആയിരുന്നു. ഞാൻ വീഡിയോ വളരെ കുറവായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. എപ്പോഴെങ്കിലും ഒരു വീഡിയോ ലൈവ് ഇടൂല, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡൗൺ ആയി കാണിക്കുന്നത്. പക്ഷെ ജനുവരിയിൽ ടോപ്പിലേക്ക് കയറിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി, നേരത്തെ പോലെ തന്നെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ജനുവരിയിൽ. അപ്പോൾ അതുപോലെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ ഇടേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല. അതിനുശേഷം ഇത് സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇതും വരും കേട്ടോ. അതേപോലത്തെ വേറൊരു സെക്ഷനിൽ വരും എത്ര ആൾക്കാരാണ് വീഡിയോ കാണുന്നുള്ളത്. ഇതൊക്കെ ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബറാണ് കേട്ടോ. സബ്സ്ക്രൈബർ എനിക്ക് ഓൾറെഡി വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഇവിടെ കാണിക്കുന്നത്. ടോപ്പായിട്ട് എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കണ്ട ആൾക്കാരാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. അങ്ങനെയൊക്കെ നിങ്ങളുടെ ചാനലിൽ ഓൾറെഡി വരും കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ആൾക്കാരെ സബ്സ്ക്രൈബർമാരൊക്കെ ലോഗോ ഇവിടെ നമുക്ക് കാണും. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ ഷോർട്ട് ഫീൽഡ്, ഷോർട്സ്, സെർച്ച്, ഹോം, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് വരും. അപ്പോൾ തംബ്നെയിൽ ഇത് ഏറ്റവും ടോപ്പിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ ഓൾറെഡി ഇവിടെ കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ നോക്കിയാൽ മനസ്സിലാവും. അതിനുശേഷം ചാറ്റ്, ലൈവ്, ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി. അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കേണ്ടതുണ്ട് കണ്ടന്റ്. ഓക്കെ, വാച്ച് ടൈം എല്ലാം വളരെ കുറവാണ് ഈ മാസം, എന്നാലും കൂടി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല ജനുവരിയിൽ. അതിനുശേഷം റവന്യൂ, അതിനുശേഷം കണ്ടന്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് റീമിക്സ്. ഓക്കെ, ടോപ്പ് റീമിക്സ് എന്ന് പറയുന്നത് ഇവിടെ ടോപ്പ് റീമിക്സ് എന്ന് പറയുന്നത് ഓൾറെഡി റീമിക്സ് 22 റീമിക്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 22 റീമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ലോങ് വീഡിയോ ഇട്ടതിൻ്റെ നമുക്കൊരു കട്ട് പീസ് എടുത്തിട്ട് റീമിക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വ്യൂസ് കൂടും. അപ്പോൾ ഇത് 12 റീമിക്സ് ഓൾറെഡി ഇപ്പോൾ കാണിക്കുന്നുണ്ട്. 4 റീമിക്സ് ഓൾറെഡി ഇതിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ റീമിക്സ് ഇപ്പം ഞാനോ അതല്ല വേറെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് എടുത്തിട്ട് കട്ട് വീഡിയോസ് റീമിക്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യൂസ് നമുക്ക് ഓൾറെഡി വരും. ആ ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലിലേക്ക് ആൾക്കാർ എത്തും. അതാണ് റീമിക്സ് എന്ന് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ തന്നെ റീമിക്സ് ഇട്ടിട്ടുണ്ടാവും വീഡിയോസിൻ്റെ കട്ട്സ് എടുത്തിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആൾക്കാർ ഏതെങ്കിലും നമ്മളെ വീഡിയോസ് എടുത്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് തന്നെ എടുത്തിട്ട് ചിലപ്പോൾ വേറെ ആൾക്കാർ റീമിക്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. റീമിക്സിൻ്റെ കട്ട്സ് എടുത്തിട്ട് ആ കട്ട്സ് എടുത്ത വീഡിയോസ് അത് ആരെടുത്തതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അവരെടുത്തത് കൊണ്ട് ആ കാരണം കൊണ്ട് നമുക്ക് വ്യൂസ് വന്ന വീഡിയോസാണ് ഇവിടെ കാണിക്കാട്ടോ. നമുക്ക് റീമിക്സിൽ കിട്ടിയ വ്യൂസാണ് ഓൾറെഡി ഇവിടെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം റീമിക്സിൽ ഓൾറെഡി ഞാൻ ഇത്രയൊന്നും റീമിക്സ് ഇട്ടിട്ടില്ല. ഞാൻ 4-5 റീമിക്സ് ഇട്ടിട്ടുള്ളൂ. അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോസിൽ ഇതിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റ് എൻഡിൽ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് പല വീഡിയോസ് ഷോർട്സിൻ്റെ ഉള്ള വ്യൂസ് കാണിക്കുന്നുണ്ടാവും. ഷോർട്സ് ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മന്ത്ലി ഓഡിയൻസ് എന്ന് കാണിക്കുന്നുണ്ടാവും. 2.k കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഓഡിയൻസ്, വാച്ച്, ഇതെല്ലാം ഓൾറെഡി ഇതൊന്നും വേറെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ആരൊക്കെ കാണുന്നുള്ളത്, ഫീമെയിലാണോ മെയിലാണോ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലാണോ, യുണൈറ്റഡ് സ്റ്റേറ്റിൽ, അറബി നാട്ടിലാണോ, എവിടെയാണ് കാണുന്നുള്ളത് എല്ലാം ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം റവന്യൂ, ഓരോ മാസം റവന്യൂ ഓൾറെഡി ഇത് അത്ര എൻ്റെ ജസ്റ്റ് ഒന്ന് മോണിറ്റേഷൻ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഫുൾ മോണിറ്റേഷൻ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ റവന്യൂ ഇങ്ങനെ കാണിക്കുന്നത്. ഫുൾ 0 ആയിട്ട് കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് വെറും 26.26 മാത്രമേ ഉള്ളൂ. അപ്പോൾ റവന്യൂ വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീഡിയോസ് ഇടണം. ഇപ്പോൾ മോണിറ്റേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ കാണിക്കും, ട്രെൻഡ്സ്. ഓക്കെ,
ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൾറെഡി വീഡിയോ കാണുന്ന ആൾക്കാരുടെ ട്രെൻഡിങ് ഉള്ള വീഡിയോസാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. നമുക്കിവിടെ ടോപ്പ് സെർച്ചസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോസ് ആരൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്, നമ്മളെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർ ഏതൊക്കെ വീഡിയോസാണ് കാണുന്നുള്ളത് എന്നൊക്കെ ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും. അതിന് 2 ഓപ്ഷൻ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. ഒന്ന് ഇവിടെ ചാനൽ മോണിറ്റൈസ്ഡ് മലയാളം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി സെർച്ച് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കീവേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീവേഡ് യൂസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈറ്റിലിൽ ഇതേതെങ്കിലും ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഈ സെർച്ച് ലിസ്റ്റ് ഓൾറെഡി നമ്മൾ ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യണം എന്നാണ് ഓൾറെഡി ഇവിടെ ടോപ്പ് സെർച്ചസ് എന്ന് കാണിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് എന്താണോ അതിൽ കാണിക്കുന്നുള്ളത്, ഇപ്പം ഇത് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ചാനലിൽ എന്താണോ കാണിക്കുന്നുള്ളത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ വീഡിയോ ഉണ്ടെന്നും കൂടി ഒന്ന് കാണിച്ചു തരാട്ടെ. ജസ്റ്റ് ഇത് ടോപ്പ് സെർച്ചസിന് നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വേറൊരു ടാബിലേക്ക് പോകും. നമ്മുടെ ചാനൽ വേറൊരു ടാബിലേക്ക് പോകും. ഇവിടെ വേറൊരു ടാബിലേക്ക് പോയിട്ടാകുമ്പോൾ നമുക്ക് ഇവിടെ കുറേ വീഡിയോസ് യൂട്യൂബ് സജസ്റ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. വാച്ച് ഓൺ യൂട്യൂബ്. ഓക്കെ, വാച്ച് ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ആഫ്റ്റർ മോണിറ്റൈസേഷൻ യുവർ മണി മലയാളം എന്ന് ഓൾറെഡി വേറൊരു സജസ്റ്റഡ് വീഡിയോസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള യൂട്യൂബ് പറഞ്ഞു തന്ന വീഡിയോസ് ഇവരെ വീഡിയോസാണ്. ഓക്കെ, ഇത് ചാനൽ ഓൾറെഡി യൂട്യൂബ് ടിപ്സ് ചാനലാണ്. ഞാൻ ഓൾറെഡി കാണുന്ന ചാനലാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം ഇതിൻ്റെ ഇപ്പുറത്ത് അയാളുടെ വീഡിയോസ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ചെയ്യുന്ന വീഡിയോസ് ഭയങ്കര ക്വാളിറ്റിയാണ്. ഓക്കെ, വീഡിയോസ് ക്വാളിറ്റി, തംബ്നെയിലും നല്ല അട്രാക്ഷൻ, ആൾക്കാർ എങ്ങനെ ആയാലും ക്ലിക്ക് ചെയ്യുന്ന രൂപത്തിൽ ഓൾറെഡി തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ വെണ്ടക്ക അക്ഷരത്തിൽ വാണിംഗ് നട്ടിട്ടുണ്ട്. മോണിറ്റേഷൻ ആകാത്ത ചാനൽ സൂക്ഷിക്കുക എന്ന് ഒരു ഭയങ്കര ബിൽഡപ്പ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ച് എങ്ങനെയായാലും ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന രൂപത്തിലുള്ള തംബ്നെയിലാണ് ഓൾറെഡി ഇദ്ദേഹം ഇടുന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഒരു സജസ്റ്റഡ് വീഡിയോ. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇട്ട വീഡിയോസ് 9 ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. 9 ദിവസം മുന്നേ വീഡിയോ ഇട്ടത് 3.5K ഓൾറെഡി വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഞാൻ ഓൾറെഡി തംബ്നെയിൽ നിങ്ങളിത് ചെയ്യരുത്, നിങ്ങളിത് ചെയ്താൽ നിങ്ങളെ മോണിറ്റൈസേഷൻ അടിച്ചു പോകും, നിങ്ങളുടെ ചാനൽ അടിച്ചു പോകും എന്ന് ഞാൻ തംബ്നെയിൽ ഇട്ട് കഴിഞ്ഞാൽ എനക്കും വരും ക്ലിക്ക് പോയിട്ട് എനക്കും വരും, വീഡിയോസും കാണും. എന്തായാലും ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടെങ്കിലും പോകും, അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടില്ലെങ്കിൽ ക്ലിക്കൊന്നും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ഓൾറെഡി തംബ്നെയിലാണ് ഓൾറെഡി ഇദ്ദേഹം ഇടുന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഓൾറെഡി ക്ലിക്ക് പോയിട്ട്. പക്ഷെ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു തീർക്കും. 5 മിനിറ്റ് വീഡിയോസേ ഉള്ളൂ. എന്നെ പോലെ അരമണിക്കൂറും 3/4 മണിക്കൂറൊന്നും വീഡിയോസ് ഇടുന്നില്ല. 5 മിനിറ്റിൽ പറഞ്ഞിട്ട് തീർത്തിട്ട് പോകും. അപ്പൊ കാണുന്നവർ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെയാണ്. കൂടുതൽ ആൾക്കാർക്ക് പെട്ടെന്ന് സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തീർത്തിട്ട് പോകും. അപ്പൊ അങ്ങനല്ല, നിങ്ങൾ കറക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം യൂട്യൂബ് 2026 ചാനൽ മോണിറ്റൈസ്ഡ് ആകില്ല, ഇങ്ങനെയൊക്കെ തംബ്നെയിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ക്ലിക്ക് ചെയ്യും, വീഡിയോ കണ്ടിട്ട് പോകും, അത്രേ ഉള്ളൂ. അതിൽ നിങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റുമെന്നില്ല അറിയില്ല. പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, പഠിച്ച ആൾക്കാരുണ്ടാവും. അതിനുശേഷം ഇദ്ദേഹം വീഡിയോ ഇടുന്നതും ഇത് ജസ്റ്റ് കുറച്ച് ഷോർട്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോസ് ഏതാന്ന്. അപ്പോൾ ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് എന്നെ ഫോക്കസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് പറയുന്നുള്ളത്. ഈ വീഡിയോ കണ്ടിട്ട് എന്താണോ ഇദ്ദേഹം പറയുന്നുള്ളത് അതുപോലത്തെ വീഡിയോ ചെയ്യാനാണ് ഓൾറെഡി യൂട്യൂബ് പറയുന്നുള്ളത് എൻ്റെ അടുത്ത്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്നത്, അപ്പം നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ടോപ്പിക് എന്താണോ അനുസരിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താഴത്ത് സജസ്റ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ പല വീഡിയോസ് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും, തംബ്നെയിൽ കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് ആ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ആ വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ വീഡിയോസ് പ്ലേ ആയി കിട്ടും. ആ പ്ലേ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് ആ വീഡിയോസിനെക്കാളും സൂപ്പറായിട്ട്, ആ വീഡിയോസിനെക്കാളും അടിപൊളിയായിട്ട് നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി മോണിറ്റൈസേഷൻ ഉറപ്പാണ്. കൂടുതൽ വ്യൂസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ സാധ്യത മാത്രമല്ല, 100% ഉറപ്പാണ്. ഇപ്പോൾ ഇതുപോലത്തെ ഇദ്ദേഹം ചെയ്യുന്ന പോലത്തെ വീഡിയോസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ട് പോയി കഴിഞ്ഞാൽ എനക്കും വ്യൂസ് കിട്ടും. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യണ്ടേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, മനസ്സിലാക്കുന്ന രൂപത്തിൽ പറഞ്ഞു തന്നാൽ. ഓക്കെ,
അപ്പൊ ഇദ്ദേഹം പറയുന്നത് പോലെ കുറെ ഇതൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ എഡിറ്റിംഗ് കാര്യങ്ങളും കട്ട്സ് ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഇവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് എടുക്കും, അരമണിക്കൂറുള്ള വീഡിയോസ് എടുക്കും. അരമണിക്കൂറുള്ള വീഡിയോസ് എടുത്തിട്ട് പല പല കാര്യങ്ങളും പറയും. അതിൽ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല പോർഷൻ മാത്രമാണ് നിങ്ങളെ ഇതിലേക്ക് എത്തുള്ളൂ. ഇതേപോലെ ഞാനും ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ കട്ട് ചെയ്യാറില്ല. ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ രണ്ട് ഇതാണുള്ളത്. പിന്നെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ഏണിംഗ് മണി, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കുറേ സജസ്റ്റഡ് വീഡിയോസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ തംബ്നെയിൽ ഈ ടൈറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും എന്നാണ് യൂട്യൂബ് പറയുന്നുള്ളത്. അപ്പോൾ വ്യൂസ് കിട്ടും, കൂടുതൽ വ്യൂസ് വരുമെന്ന്. അപ്പോൾ ഓൾറെഡി ഇവിടെ ജോൺ എബ്രഹാമിൻ്റെ ചാനലാണ്, ഓൾറെഡി ഞാൻ കണ്ട ചാനലാണ്. പണ്ടേ കുറേ വർഷങ്ങൾക്ക് മുമ്പേ വീഡിയോ ഇടുന്ന ആളാണ്. അപ്പോൾ ഓൾറെഡി വീഡിയോസ് ടോപ്പാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വീഡിയോ പോലെ ചെയ്യണമെന്നാണ് ഓൾറെഡി പറയുന്നുള്ളത്. എന്താണ് 5 ഷോർട്സിൽ 5 രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. യൂട്യൂബ് ഷോർട്സിൽ 5 രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. 5 വലുത് കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ടൈറ്റിൽ തംബ്നെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെറിയ തംബ്നെയിൽ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ആൾക്കാരെ ക്ലിക്ക് ചെയ്ത് കാണും. ഓക്കെ, വേറൊരു വീഡിയോസ് ഓൾറെഡി ഇത് ഇതാരുടെ ചാനലാണെന്ന് പോലും എനിക്കറിയത്തില്ല. 1 വർഷം മുമ്പത്തെ വീഡിയോസാണ്. അപ്പോൾ ഇങ്ങനത്തെ 1 വർഷം മുമ്പത്തെ വീഡിയോസ്, 2 വർഷം മുമ്പത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ സജസ്റ്റിൽ വരുന്ന ഏത് വീഡിയോസാണെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ ടൈമിങ് ഭയങ്കര കുറവാണ്. 5 മിനിറ്റ് പോലും, 1 മിനിറ്റ് പോലും ഇല്ല ഈ വീഡിയോസിന്. ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഇതിന് 5 മിനിറ്റ് വീഡിയോസ് ഉണ്ട്. ഓക്കെ, 5 മിനിറ്റിൽ പറഞ്ഞു തീർക്കുന്നുണ്ട്. വേറെ കുറച്ച് സജസ്റ്റഡ് വീഡിയോ ഉണ്ട്, അതെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കാം. അതും ജോൺ അബ്രഹാമിൻ്റെ വീഡിയോസ് തന്നെ വന്നിട്ടുള്ളത്. അതിനുശേഷം മലയാളം യൂട്യൂബ്, ഓക്കെ, ഇങ്ങനത്തെ ടൈറ്റിൽ കൊടുക്കണം. അതിനുശേഷം ഈ വീഡിയോസ് വേറെ കുറേ ടൈറ്റിലിന് കേരള യൂട്യൂബ് സാലറി എന്ന് വന്നിട്ടുണ്ട്, വൈ ടു മേക്ക് മണി യൂട്യൂബ്. ഓക്കെ, ഇങ്ങനത്തെ കുറേ ടൈറ്റിലുകൾ ഇവിടെ നമുക്ക് വരും. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഏത് കാറ്റഗറിയിൽ വന്നാൽ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ കൊടുക്കേണ്ടത് എന്താണെന്നും അതിൻ്റെ നിങ്ങളെ കീവേഡ്സുകൾ ഇവിടെ കാണിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഇതേപോലെ നിങ്ങളുടെ വീഡിയോസിലും നിങ്ങളുടെ ചാനലിലും കാണും. എന്താ വെച്ചാൽ ഇവിടെ യൂട്യൂബ് മലയാളം യൂട്യൂബർ സാലറി ലോ വോളിയമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ലോ വോളിയം, ഇത് വലിയ വോളിയം ഇല്ല. ഓക്കെ, ഈ കീവേഡ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, വലിയ വോളിയം ഇല്ല. മീഡിയം വോളിയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത് വൈ ടു മേക്ക് മണി ഇൻസ്റ്റാഗ്രാം മലയാളം. ഓക്കെ, ഇതും ലോ വോളിയമാണ്, ഇതും മീഡിയം വോളിയമാണ്, ഇതും മീഡിയം വോളിയമാണ്. വോളിയം വളരെ കുറവാണ്, കുഴപ്പമൊന്നുമില്ല. സെർച്ച് ലിസ്റ്റിൽ വരുന്നുണ്ട്, പക്ഷെ വോളിയം കുറവാണെന്നാണ് യൂട്യൂബ് പറഞ്ഞു തരുന്നുള്ളത് നമുക്ക്. അപ്പോൾ ഇനി വോളിയം കൂടുതലുള്ളത് ഏത് നോക്കാലോ. ഓക്കെ, വോളിയം കൂടുതലുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് യൂട്യൂബ് മലയാളം ബാക്ക് ടു മണി കേരള യൂട്യൂബ് സാലറി, ഇതൊന്നും വേണ്ട കേട്ടോ. ബാക്കപ്പ് പോയതിന് ശേഷം നേരത്തെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെടുത്ത ഇതിലേക്ക് തന്നെ രണ്ടാമത് തിരിച്ചു പോകാം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് യൂട്യൂബ് പറഞ്ഞു തന്നെ. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെർച്ച് ഇവിടെ കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് മലയാളം യൂട്യൂബേഴ്സ് ചാനൽ മോണിറ്റൈസ്ഡ് മലയാളം. ഇതിൽ ലോ പ്രൈസ് അതൊന്നും കാണിക്കുന്നില്ല, ലോ റേഞ്ച് ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ എന്നാലും കീവേഡ്സ് നല്ല അടിപൊളി ടോപ്പ് കീവേഡ്സുകൾ സെർച്ച് ചെയ്യുന്ന രൂപത്തിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മുടെ തംബ്നെയിൽ ടൈറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ടൈറ്റിൽ യൂസ് ചെയ്യണം. ഓക്കെ, ഫേസ്ബുക്ക് ഏണിങ് മലയാളം. ഓക്കെ, ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിൻ്റെ കൂടുതൽ സെർച്ച് ലിസ്റ്റിൽ വരുന്നത് കൊണ്ടാണ് ഫേസ്ബുക്കിൻ്റെ വീഡിയോ ഇട്ടത്. ഇനി വഴിയെ ഫേസ്ബുക്കിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, ടൈം ഇല്ലാത്തത് കൊണ്ടാണ്, ടൈമിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം എല്ലാവരും. മോണിറ്റൈസേഷൻ ഫേസ്ബുക്ക് കംപ്ലീറ്റ് വാച്ചിങ് അവേഴ്സ് ട്രിക്ക് ഇത് ഈ ട്രിക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ അതെല്ലാം വാച്ചിങ് അവേഴ്സ് നമുക്ക് ജെനുവിനായിട്ട് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഇല്ലാണ്ട് വാച്ചിങ് അവേഴ്സ് അങ്ങനെ കൂട്ടാൻ പറ്റും, ഇങ്ങനെ കൂട്ടാൻ പറ്റും, മറ്റേ കൂട്ടാൻ പറ്റും, മറിച്ച കൂട്ടാൻ പറ്റുമെന്ന് വായിട്ടിട്ട് ഇളക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ജെനുവിനായിട്ട് വാച്ചിങ് അവേഴ്സ് കൂട്ടിയാലേ നിങ്ങൾക്ക് ഉപകാരമുള്ളൂ. അതല്ലാതെ ഞാൻ വാച്ചിങ് അവേഴ്സ് കൂട്ടി തന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് രണ്ടാമത് പിന്നെയും വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ വീഡിയോ കണ്ടന്റ് യൂസ് ചെയ്യണ്ടേ. കണ്ടന്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഗുണമുള്ളൂ. ഓക്കെ, യൂട്യൂബ് പാർട്ട്ണർ മലയാളം ഇങ്ങനത്തെ കുറേ കീവേഡ്സ് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിത് കുറേ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോ വോളിയം എത്രയുണ്ട് ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ടൈറ്റിൽ നിന്ന് കൂടുതൽ ആൾക്കാർക്ക് ടൈറ്റിൽ എവിടെ നിന്ന് എടുക്കേണ്ടത്, എങ്ങനെയാണ്
തംബ്നെയിൽ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. നിങ്ങൾ യൂട്യൂബ് ഇത് തരുന്ന ഇത് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അവരെന്താണോ നിങ്ങൾക്ക് വീഡിയോ സജസ്റ്റ് ചെയ്ത് തരുന്നത് ആ വീഡിയോസിനെക്കാളും ബെറ്റർ ആയിട്ട് വീഡിയോസ് അവർ കോപ്പി പേസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അതേപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അതൊക്കെ പഠിക്കുക. അതിനുശേഷം അതിനെക്കുറിച്ചിട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾ വീഡിയോസ് ഇടാം. വീഡിയോസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കേണ്ട ഇതിൽ തരുന്ന ടൈറ്റിലുകൾ ഉണ്ടല്ലോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ വ്യൂസ് ഓട്ടോമാറ്റിക്കലി വ്യൂസ് വരും കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് വേറെയും കുറേ വീഡിയോസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം വേറെ ഇതാണ്. ഇൻസ്റ്റാ മോണിറ്റൈസേഷൻ എല്ലാവർക്കും ഇതൊക്കെ ഓൾറെഡി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ വെറുതെ തംബ്നെയിലിൽ കുറേ എക്സ്പ്രഷൻ ഇത് ഇട്ടിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. ഇപ്പോൾ ഇതെന്ത് വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല, കാണാതെയാണ് പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം വേറെ ഒന്നും ഇല്ല കേട്ടോ അതിൽ പറയാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. മെയിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ സൈഡിൽ കാണിക്കുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് ഇതിലുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഇവിടെ ഉണ്ട്. ഫേസ്ബുക്ക് മോണിറ്റൈസേഷന് അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ എല്ലാ വീഡിയോസ് ഇതിലുണ്ട്. നിങ്ങൾ ഈ പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് അവിടെ കിട്ടും.